പിന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നത്, ഇപ്പം വരും ദിവസങ്ങളിൽ ഒരു ആശയമായിട്ട്, പക്ഷേ ഈ 100 ദിവസത്തിൽ ചർച്ച ആരംഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ പഞ്ചായത്തുമായി ചേർന്ന് മലയോര കർഷകരുടെ ഭാഗത്തുനിന്നും അവരുമായിട്ട് സഹകരിച്ച് UDF മാനിഫെസ്റ്റോയിൽ ഒരു MACT പോലെ ക്ലെയിം ട്രിബ്യൂണലിനെ കുറിച്ച് പറയുകയുണ്ടായി. അത് പക്ഷേ ഇൻഷുറൻസ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ക്ലെയിം ട്രിബ്യൂണലിന് പ്രസക്തിയുള്ളത്. സർക്കാർ എന്തെങ്കിലും കൊടുക്കുന്നതിന് ക്ലെയിം ട്രിബ്യൂണൽ വേണ്ട. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്തിട്ട് മലയോര മേഖലയിൽ ആകെ ഒരു ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരാനും, അങ്ങനെ ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ പോലെ MACT പോലൊരു സംവിധാനം അവിടെ ഏർപ്പെടുത്തുന്നതിൻ്റെ ചർച്ച ഞങ്ങൾ ആരംഭിക്കുകയാണ്. കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ബഡ്ജറ്റിനകത്ത് വരും. പിന്നെ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഒരുപാട് പരിപാടിയുള്ള ദിവസമായിരുന്നു. മിസ്റ്റർ ക്ലിയറൻസ് പറഞ്ഞു, കാട്ടുപന്നി, വൈൽഡ് ബോർ. ഇന്ന് അതിൻ്റെ പേരതാണെങ്കിലും കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പന്നി കാടിൻ്റെ പുറത്തുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്ക് തന്നെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളർന്ന്, നാട്ടിൽ പ്രസവിച്ച്, നാട്ടിൽ ജനിച്ച്, നാട്ടിൽ വളർന്ന്, നാട്ടിലെ വേസ്റ്റ് കഴിച്ച് വരുന്ന ഒരു വിഭാഗമായി ഇന്ന് മാറിയിട്ടുണ്ട്. അത് എല്ലായിടത്തും. ഞാൻ വനമന്ത്രിയായപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ചിലരുടെ ചോദ്യം, സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സാറാന്നല്ല വനവാസത്തിന് പോയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പകരം ഒരു വിഷയം ഉണ്ടായി. ചവറ മണ്ഡലത്തിൽ തീരപ്രദേശത്ത് 4 കാട്ടുപന്നി എന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായി. അന്നേരം ഇതിൻ്റെ ശല്യം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജൂൺ 15 ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഡ്രൈവ്, ഇന്നിപ്പോൾ കാട്ടുപന്നിയാണേലും ഇത് വെർമിനായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല. കേന്ദ്ര നിയമത്തിൽ പലതവണ ഇതിനു വേണ്ടി ശ്രമിച്ചെങ്കിലും ചെയ്യുന്നില്ല. ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഗവർണറെ ഞാൻ കണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഈ കണക്കുകൾ വെച്ചുകൊണ്ട് കേന്ദ്രത്തിനെ കണ്ട് വെർമിനായി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് തന്നെ കൊല്ലാൻ, നമ്മൾ വനത്തിനോട് തൊട്ട് ചേർന്ന് ഉള്ളിടത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാകും, ബാക്കിയുള്ളിടത്ത് കർഷകർക്ക് തന്നെ കൊല്ലാനുള്ള അനുവാദം സ്വാഭാവികമായിട്ട് അങ്ങനെ കിട്ടും. പക്ഷേ ഇല്ലാത്തത്തോളം കാലം ഇപ്പോൾ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഒരു തസ്തിക പഞ്ചായത്ത് പ്രസിഡന്റ്മാർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നത്. അവർക്ക് ഇപ്പോൾ ഷാർട്ട് ഷൂട്ടേഴ്സിനെ നമ്മൾ അവർക്ക് വെച്ച് കൊല്ലാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിൽ ഒരു ഷൂട്ടർ പോലും ഇല്ല. ഒരു ഷൂട്ടർ വന്നു കഴിഞ്ഞാൽ 5-6 ദിവസം ഇതിൻ്റെ പുറകെ നടന്നാലേ ഒരെണ്ണത്തിനെ കണ്ടെത്തി കൊല്ലാനൊക്കത്തുള്ളൂ. എന്താണേലും ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കി ജൂൺ 15 മുതൽ ഈ വൈൽഡ് ലൈഫിനെ, ഈ 100 ദിവസത്തിനകം വൈൽഡ് ലൈഫിനെ നിയമപരമായി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡ്രൈവ്, അതിൻ്റെ കൊല്ലാനുള്ള ഒരു ഡ്രൈവ് തന്നെ നമ്മൾ നടത്തുകയാണ്. കാരണം ഈ നാട്ടിലേക്ക്, വനത്തിനകത്തല്ല, വനത്തിൻ്റെ പുറത്തേക്ക് ഇത് ഏറ്റവും വലിയ കർഷകർക്ക് ഉപദ്രവമായി മാറിയ മേഖലയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഷൂട്ടേഴ്സ് ഇല്ലാത്ത പഞ്ചായത്തുകളിലേക്ക് മറ്റ് പ്രദേശത്തു നിന്ന് ഷൂട്ടേഴ്സിനെ കൊടുത്ത്, ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊടുത്ത് നിലവിലുള്ള നിയമങ്ങൾ ഊർജിതപ്പെടുത്തി ഈ വൈൽഡ് ലൈഫിൻ്റെ ഈ കൃഷിക്ക് ഏറ്റവും നാശം ഉണ്ടാക്കുന്നതിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മൂന്നാർ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടാണ് എപ്പോഴും പടയപ്പ അടക്കം പണ്ട് അരിക്കൊമ്പൻ്റെ വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ആന സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? വേസ്റ്റ് മൊത്തം, മൂന്നാറിൻ്റെ വേസ്റ്റ് മൊത്തം അവിടെ കൊണ്ടിട്ടേക്കുവാണ്, അത് കഴിച്ച് ശീലിച്ചു. അല്ലെ, അതിനൂടൊക്കെ പരിഹാരം കാണാതെ നമ്മളിത് തടയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അന്നേരം വേസ്റ്റ് മാനേജ്മെൻറ്റിന് മൂന്നാറിൻ്റെ പ്രത്യേകിച്ച് കണ്ണൻ ദേവൻ പോലുള്ള വലിയ സ്ഥാപനം ഉള്ളപ്പോൾ അവരും അവിടുത്തെ മൂന്നാർ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ചേർന്ന് അത്തരം സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. ഓരോ സ്ഥലത്തും ഇതിനെ ആകർഷിക്കുന്നതിനൊരു വിഷയമുണ്ട്. ഇപ്പോൾ അതിരമ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം മരണം നടന്നു. അവിടെ ചെന്നപ്പോൾ 2020 വരെ അവിടെ ഒരു മരണം പോലും നടന്നിട്ടില്ലാത്ത സ്ഥലമാണ് അതിരമ്പള്ളി. 2021 മുതലാണ് ആന ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ കൂടിയത് ഞാൻ പോയി നോക്കിയപ്പോൾ ഓരോ ദിവസവും ഇത് മതിൽ പൊളിച്ചല്ല, സോളാർ വേലി പൊളിച്ചല്ല ആന വരുന്നത്. ആ പ്രദേശത്ത് തന്നെ ജനങ്ങളോടൊപ്പം ആന ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഞങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി. ഇന്നലെ മിനിങ്ങാന്നുമായിട്ട് 8 എണ്ണത്തിനെ നമ്മൾ കാട് കയറ്റി വിട്ടു. ഒരെണ്ണം തിരിച്ചു വന്ന് ഇന്നലെ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ കാര്യം എന്താണ്? പ്ലാന്റേഷൻ കോർപ്പറേഷൻ അവിടെ പൈനാപ്പിൾ ഫാമിംഗ് തുടങ്ങി. ആ പൈനാപ്പിൾ ഫാമിംഗ് നടത്തുന്ന ഏരിയ അവർ വളരെ ശക്തമായി ബന്ദോസ് ചെയ്തു.
സോളാർ ഫെൻസ് ഇട്ട് ബന്ദോസ് ചെയ്തു. ഇതിൻ്റെ മണമടിച്ച് വരുന്ന ആന അവിടുന്ന് തിരിച്ച് കാട്ടിലേക്ക് പോകത്തില്ല, അപ്പുറത്തുനിന്ന് ജനവാസ മേഖലയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പുറത്തൂടെ ഇപ്പുറത്തുനിന്ന് ഇവരുടെ പരിധി വിട്ട് ജനവാസ മേഖലയാണ്, ബാക്കി അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. അന്നേരം നമുക്കൊരു റെസ്പോൺസിബിളായിട്ടുള്ള ഇതിന് പരിഹാരവും സഹകരണത്തിൽ കൂടി എല്ലാവരിൽ നിന്നും കർഷകരിൽ നിന്നും ആവശ്യമുണ്ട്. ഞങ്ങളതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഒരു സ്മാർട്ട് അഗ്രികൾച്ചർ എന്നുള്ളൊരിതുണ്ട്. വനാതിർത്തിയിൽ നമ്മൾ ഉപദേശിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ചെയ്യുന്നവരുടെ കാര്യം. അത് മഞ്ഞൾ കൃഷി ചിലത് പരീക്ഷിച്ച് വളരെ എഫക്റ്റീവായിട്ടുണ്ട്, റെമ്യൂണറേറ്റീവ് ആണ്. അങ്ങനെയുള്ളവരുടെ സൊല്യൂഷൻസ് നമുക്ക് ഇതിൻ്റെ ഒരു തടയിടാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് കൂടെ നമ്മൾ ചെയ്യുന്നതാണ് വിഭവസം. ഏറ്റവും വലിയ നമ്മൾ ആരും കാണുന്നില്ല ഈ എന്തുകൊണ്ട് ഇത് വനം വിട്ടു പുറത്തു വരുന്നു എന്നുള്ള വലിയ ചോദ്യമാണ്. ഇപ്പോഴും ആധികാരികമായ ഉത്തരം നമ്മുടെ കയ്യിലില്ല. അവിടെ ഭക്ഷണത്തിൻ്റെ ക്ഷാമമുണ്ടോ, കുടിവെള്ളത്തിൻ്റെ ആനകൾ കുടിക്കാൻ വെള്ളത്തിൻ്റെ കുറവുണ്ടോ, അതോ എണ്ണത്തിൻ്റെ പെരുപ്പം മാത്രമാണോ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇൻവേസീവായിട്ടുള്ള സ്പീഷീസ് വനത്തിനകത്ത് വളർന്നത്, അവിടുത്തെ പുൽമേടുകൾ ഇല്ലാതാക്കുന്ന സെന്ന അടക്കം ഉള്ള പല ഇതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ കൊണ്ട് അക്കേഷ്യ എല്ലാം കൂടെ നട്ടു. അതിന്നിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുകയാണ്. പിന്നെ അങ്ങനെയുള്ള ഇൻവേസീവ് സ്പീഷി കാടിൻ്റെ സ്വാഭാവിക ഇതല്ലാതെ അവിടുത്തെ പുൽമേടുകൾ നശിപ്പിക്കുന്നത് വഴി ചെറുമൃഗങ്ങൾക്ക് ഗ്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരവിടുന്ന് ഗ്രേസിങ്ങിന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ളവർ വരുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള അതിൻ്റെ ഒരു നിർമ്മാർജ്ജനം ഭാഗികമായി നടക്കുന്നുണ്ട്. ഈ സെന്ന എന്ന് പറയുന്ന ഒരു സാധനം ഇത് കുഴിച്ച് അല്ലെങ്കിൽ ഇത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അതിവേഗത്തിലാണ് വീണ്ടും വളരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ എല്ലാത്തിലേയും കടക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഇത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഏത് സമയത്തും എവിടെയും അപകടം പതിയിരിക്കുകയാണ്, ഒരു തർക്കവുമില്ല. ആ നിലയിലേക്ക് ഇത് വഷളായിരിക്കുകയാണ്. മാധ്യമങ്ങളടക്കം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ പരിമിതികൾ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായി ഇത് മാക്സിമം മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കേരളം ഒരു പക്ഷേ ആവശ്യത്തിന് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് 2 വർഷം കൊണ്ട് കേരളത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന നിലയിലേക്ക് ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതിനുള്ള ഫണ്ടൂടെ ലഭ്യമാകും. ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അവിടുത്തെ ടോട്ടൽ സ്ക്വയർ കിലോമീറ്റേഴ്സും അവിടെയുള്ള വയനാടിൻ്റെ 2 രീതിയിൽ അത് നോക്കേണ്ടി വരും. മുത്തങ്ങ, മുതുമല, ബന്ദിപ്പൂർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുക. അവിടുത്തെ കണക്ക് അവിടെ 400ഓളം കടുവ ഉണ്ടെന്നുള്ളതാണ് അവിടുത്തെ കണക്ക്. വയനാട് മുത്തങ്ങ മാത്രമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നുകൊണ്ടിരിക്കും. മുത്തങ്ങ മാത്രമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് 120 കടുവയായിരുന്നു അല്ലേ? ഏത് വർഷമായിരുന്നത്? അത് 5 വർഷം മുമ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. ബിറ്റ്വീൻ ദ 3 ടുഗദർ 400 കണക്ക്. ഇറ്റ് ഈസ് 400. ഇത് 120 നേരത്തെ ആയിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കിൽ 80 ഉള്ളൂ. 120 എന്നുള്ളത് 40 കുറഞ്ഞ് 80. അതാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ എടുത്താൽ അറിയാമല്ലോ.